ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. നൂർജഹാൻ വിഷ്ണുവിനോട് പറയുക, ആ ഉപേന്ദ്രനെ വെറുതെ വിടരുത് വിഷ്ണു ഏട്ടാ, ഒരടിയെങ്കിലും അവന് കൊടുക്കണം. ഇത് എൻ്റെ ഒരു കൊട്ടേഷനാണ്. വിഷ്ണു ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുവാണ്. വിഷ്ണുവിൻ്റെ കൈയെല്ലാം ഇങ്ങനെ ചുരുട്ടി മസിലുകളൊക്കെ അങ്ങോട്ട് പെരുപ്പിച്ച് നാഡീനരമ്പുകളെല്ലാം ഇങ്ങനെ വിറച്ച് തുറിച്ചു നിൽക്കുവാണ്. ഉപേന്ദ്രനെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യത്തിലാണ് വിഷ്ണു അവിടെ നിൽക്കുന്നത്. ശാലിനിയാണെങ്കിൽ കളക്ടർ ഓഫീസിലിരുന്ന ഫയലുകളൊക്കെ നോക്കുവാണ്. അപ്പോൾ ശാലിനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ശാലിനി സംസാരിക്കുന്നത്, കിഷോർ 1986 പുറപ്പെടുവിച്ചതാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം. അതേക്കുറിച്ചേ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് ലംഘിച്ചാലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്നോടിയേ അത് പറഞ്ഞിട്ട് ഞാൻ ഫോണങ്ങ് വെക്കാം. നിയമങ്ങളിലും ചട്ടങ്ങളിലും വീഴ്ച വരുത്തുന്നവർക്ക് 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ഉണ്ടാകാം. പിന്നെ തൻ്റെ ഇപ്പോഴത്തെ നിയമലംഘനത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ശിക്ഷാ നടപടികൾ കൂടാനേ സാധ്യതയുള്ളൂ. വേണ്ട, ഇനിയൊരു പറച്ചിലില്ല എന്നും പറഞ്ഞ് ശാലിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരോടും പറഞ്ഞു നോക്കിയാലും പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? അനുഭവത്തിൽ വരുമ്പോൾ പഠിച്ചോളും. ആ സമയത്ത് ശാരദാമ്മ ശാലിനിക്ക് ഫോൺ ചെയ്ത് പറയുന്നു, മോളെ ശ്യാമ ഇവിടെ നിന്ന് ഇറങ്ങി. നിനക്കറിയാമല്ലോ, കുറച്ച് ദിവസം കൊണ്ടേ അവൾ ഒരു കണക്കില്ല ഇവിടെ നിന്നത്. അവിടെ ചെല്ലുമ്പോഴേ രോഹിത് വല്ലതും ചെയ്യുമോ അതോർത്തിട്ട് എനിക്കൊരു വല്ലാത്ത പേടിയുണ്ട് മോളെ. അമ്മ പേടിക്കാതിരിക്കെ, പേടിക്കാൻ പോയാലേ പിന്നെ എല്ലാത്തിനും പേടിക്കാനേ നേരം കാണത്തുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ശ്യാമ അവൻ്റെ അടുത്തോട്ട് തന്നെ പോകേണ്ടതല്ലേ. എല്ലാ കാലവും അമ്മയോടൊപ്പം നിർത്താൻ പറ്റുമോ മോളെ? അതില്ല. എന്നാലും രോഹിത്തിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴാണ് മോളെ ഒരു പേടി. ചിലപ്പോൾ അമ്മ അവൻ ഇതിലൂടെ നന്നായെങ്കിലോ, ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം അവനും വന്നുകൂടായികയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ലത് മോളെ. പപ്പിമോളെ ചിലപ്പോൾ അവൾ സ്കൂളിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോവുമായിരിക്കും. അമ്മ ഏതായാലും സത്യ വിളിക്കാൻ അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ പപ്പിമോളെ വിളിക്കാൻ അവൾ വന്നില്ലെങ്കിൽ മോൾ അവളെയും വിളിച്ചോണ്ട് വീട്ടിലോട്ടിങ്ങ് പോരെ. പിന്നെ ശ്യാമ സൗകര്യം പോലെ വന്ന് പപ്പിമോളെ കൊണ്ടുപോയാൽ മതിയല്ലോ. അവരൊന്നിച്ച് ജീവിക്കുന്നെങ്കിൽ ഒന്നിച്ച് ജീവിക്കട്ടമ്മേ. ഇനി നമ്മളായിട്ടൊരു തടസ്സം ഉണ്ടാക്കാൻ പോകണ്ട. എന്നാലും എന്തോ എൻ്റെ മനസ്സിലൊരു വല്ലാത്ത പേടി മോളെ. പരസ്പരം അവരൊന്നിച്ച് മനസ്സിലാക്കി ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടമ്മേ. വേർപെട്ട് കഴിയുമ്പോഴുള്ള ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ ഞാൻ ശ്യാമയോട് അതുകൊണ്ടാണ് പറയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ പോയാലേ കൈവിട്ടു പോകുന്നത് ജീവിതമാണ്. അതറിയാം മോളെ. അവിടെ ചെന്നാലും വഴക്കും ബഹളമൊന്നും ഇല്ലാതൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. അതേ ഉള്ളൊരു പ്രാർത്ഥന. ശാലിനിയുടെ അടുത്തോട്ട് അനു വന്നിട്ട് പറയുക, മേഡം ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. വിഷ്ണു സാറിൻ്റെ വീടില്ലേ, അതായത് രോഹിത് ഇപ്പോൾ ലേലത്തിൽ പിടിച്ച വീട്, ആ വീട് കേന്ദ്രീകരിച്ച് രോഹിത് ചില ബിസിനസ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിസിനസ് പ്ലാൻ ചെയ്തിരിക്കുന്ന രോഹിത് മാത്രമല്ല, ചന്ദ്രബോസും സുസ്മിതയും എല്ലാം ചേർന്നിട്ടാണ്. അവരവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടികളാണ്. അനു, അത് ചിലപ്പോൾ രോഹിത് എന്തെങ്കിലും വരുമാന മാർഗം ഉദ്ദേശിച്ചായിരിക്കും. വരുമാനം ഉണ്ടാവും മാഡം, പക്ഷേ സംഗതി ഇല്ലീഗലാ. അറിഞ്ഞിടത്തോളം മൊത്തത്തിൽ തലവേദനയ്ക്കുള്ള കാര്യങ്ങളാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. എന്തായാലും അവരവിടെ തുടങ്ങാൻ പോകുന്നതേ നേരായ മാർഗത്തിൽ കാശുണ്ടാക്കുന്ന വഴിയല്ല. ഇത് പിടിക്കപ്പെട്ടാൽ മാഡം എല്ലാം കൂടെ രോഹിത്തിൻ്റെ തലയിൽ വെച്ചിട്ട് ചന്ദ്രബോസും സുസ്മിതയും കൂടെ അങ്ങ് വലിയും. ഇതിൻ്റെ അവസാനം അങ്ങനെ തന്നെ ആകാനേ വഴിയുള്ളൂ മാഡം. അമ്മ ഇപ്പോൾ വിളിച്ചു പറഞ്ഞതും അതുതന്നെയാണ്. ശ്യാമ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന്. ഏതായാലും നമ്മുടെ ഒരാൾ ആ വീട്ടിലുള്ളത് നല്ലതാ. എന്തെങ്കിലും രീതിയിലേ അവിടെ നടക്കാൻ പാടില്ലാത്തത് വല്ലതുവാ നടക്കുന്നതെങ്കിൽ ശ്യാമ എന്തുവായാലും നമ്മളെ വിളിച്ച് വിവരം പറയുമല്ലോ. അനു എന്തുവായാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോ. കൈവിട്ടു പോയെങ്കിലും ആ വീട് നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എന്ത് ബിസിനസ്സായിരിക്കും അവരവിടെ ചെയ്യാൻ പോകുന്നത്? ഈ സമയത്ത് ശ്യാമ അങ്ങോട്ട് പോയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? ഇതെല്ലാം അറിയാൻ എന്താ ഒരു വഴി എന്നിങ്ങനെ ശാലിനി അവിടെ നിന്ന് ആലോചിക്കുവാണ്. ഉപേന്ദ്രനാണെങ്കിൽ സത്യാമ്മയുടെ വീട്ടിൽ മദ്യം കൊണ്ട് നിറച്ചു വെച്ചിരിക്കുവാണ്. ആരോ ഇൻഫർമേഷൻ കൊടുത്തെന്നും പറഞ്ഞ് അവിടെയുള്ള തൊഴിലാളികളോടൊക്കെ പറയുന്നത്, എത്രയും പെട്ടെന്ന് ഇതെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ പറയുന്നിടത്തോട്ട് കൊണ്ടുവെക്കണം. ഒരു തെളിവ് പോലും ഇവിടെ വെക്കരുത്. ഒരു കുപ്പിയുടെ ചീള് പോലും ഇവിടെ അങ്ങ് കണ്ടുപോകരുത്. രോഹിത് ഓടി വന്നിട്ട് ചോദിക്കുന്നത്, ഇതെല്ലാം എങ്ങോട്ടാണ് മാറ്റിക്കൊണ്ടു പോകുന്നത്? ഉപേന്ദ്രൻ പറയുന്നത്, അതേ ചന്ദ്രബോസിന്റെ അധീനതയിലുള്ള ഗോഡൌണിലോട്ട് കൊണ്ടുപോവുക. മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലം. അപ്പൊ പിന്നെ നമുക്ക് കിട്ടിയ ഓർഡറൊക്കെ പിന്നെ എന്ത് ചെയ്യും? ആദ്യമേ ചുവടന്ന് ഉറയ്ക്കട്ടെ, എന്നിട്ട് മതി കച്ചവടമൊക്കെ. പറഞ്ഞത് മനസ്സിലായോ രോഹിത്തിന്? ഉര പണിയുമ്പോഴേ അടിത്തറക്കെട്ട് നല്ല ബലമായിരിക്കണമെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആദ്യമേ സേഫായിട്ടൊരു സ്ഥലം കിട്ടട്ടെ, എന്നിട്ട് മതി ബിസിനസ്സൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്.
കൈ തൊട്ടാൽ പണം ഇങ്ങോട്ട് വന്ന് വീഴും. അതുപോലത്തെ ബിസിനസ്സായത്. ശത്രുക്കൾ കൂടും, അതുപോലെ ബന്ധുക്കളും കൂടും. രോഹിത്തിന് അറിയാവോ, ഈ 2 കൂട്ടരെയും അകറ്റി നിർത്തിക്കൊണ്ട് വേണം നമുക്ക് ഈ ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ. രോഹിത് ചോദിക്കുക, അല്ല ഈ ചതി എവിടുന്നാ വന്നതെന്ന് വല്ലതും അറിഞ്ഞോ? അത് ബോസ് എന്നോട് പറഞ്ഞില്ല. പക്ഷേ നമ്മളെ കൂട്ടത്തോടെ പൊക്കാനായിരുന്നു പ്ലാൻ. അത് കൃത്യമായിട്ടും എക്സൈസും ക്രൈംബ്രാഞ്ചും കൂടെ സംയുക്തമായി കൂടി തീരുമാനിച്ചെങ്കിലേ ഭംഗിയായിട്ടും ഈ വിവരങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ ശരിക്കും പണിതിട്ടുണ്ട്. നമ്മളെ അറിയാവുന്ന നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കും ഒറ്റിയത്. അതാരാണെന്നറിഞ്ഞിട്ട് അവൻ്റെ 16 അടിയന്തരത്തിൻ്റെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനാണ് സുസ്മിത വന്നിട്ട് ചെയ്യാൻ പോകുന്നത്. സുസ്മിതയുടെ കാർ അങ്ങോട്ട് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. ഒരു കൊടുങ്കാറ്റ് വരുന്ന സ്പീഡിൽ സുസ്മിത അകത്തോട്ട് ഓടി വരുവാണ്. സുസ്മിത വന്നിട്ട് ഉപേന്ദ്രനോട് ചോദിക്കുന്നു, എന്താ ഉണ്ടായത്? അതെ, ഒരു ഒറ്റ നടന്നു. നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗത്തിനൊരു സംശയം. അതും ചോദിച്ചത് ആരോടാണെന്നറിയണ്ടേ? നമ്മുടെ ചന്ദ്രബോസിനോട്. അതാരാ പറഞ്ഞതെന്നൊന്നും മാത്രം അവർ പറഞ്ഞില്ല. അതാരായിരിക്കും? സുസ്മിത പറയുക, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ ഒറ്റിയ ആ ജീവനിൽ പേടിയില്ലാത്തവൻ ആരാണ്? അവൻ ആരായാലും അവൻ്റെ കാര്യം പോക്ക. രോഹിത് പറയുക, എന്നാലേ ഒറ്റ നടന്ന് എവിടെന്നാണെന്നൊന്നും ആലോചിച്ച് തലയൊന്നും പുണ്ണാക്കേണ്ട കാര്യമില്ല. അതെ, സുസ്മിതയുടെ ചെറുകിനടിയിൽ ഒളിച്ചിരിക്കുന്ന അവൻ തന്നെ, ജഗദീപ്. അവനറിയാതെ ഈ രഹസ്യങ്ങളൊന്നും പുറത്തു പോകില്ല. അയ്യോ, അതിനുള്ള ധൈര്യമൊക്കെ അവനുണ്ടോ? ഉപേന്ദ്രൻ പറയുക, ഞാനേ അവനെ ആദ്യമായിട്ടുള്ള കൂടിക്കാഴ്ചയിലെ ഞാൻ അവനെ അളന്നതാ. പൊട്ടത്തരങ്ങളുടെ കൂടെ നിന്ന് വിശ്വാസം ഊന്നി ഉറപ്പിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്താൻ അവൻ മിടുക്കന്. ചതിയുടെ വഴി വന്നിരിക്കുന്ന അവനിൽ കൂടെ തന്നെ. സുസ്മിത ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുക. ജഗദീപിനെ ഇപ്പോൾ അവിടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പച്ചയ്ക്ക് അവൾ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കും. അവനെ പിടിച്ച് 2 പൊട്ടിയിൽ പൊട്ടിച്ചാൽ ഏതൊക്കെ ഏമാന്മാരുടെ മുൻപിൽ മുട്ടുകുത്തി കുമ്പസാരക്കെട്ട് അഴിച്ചിട്ടുണ്ടെന്ന് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പറ്റും. അപ്പോഴങ്ങോട്ട് നമ്മുടെ വിഷ്ണു സംഹാരമൂർത്തിയെപ്പോലെ ദേഷ്യത്തോടെ വാതൊക്കെ വന്നുകൊണ്ട്, എടാ ഉപേന്ദ്ര എന്നിങ്ങനെ അലറി വിളിക്കുവാണ്. ഇറങ്ങി വാടാ എന്നൊരലർച്ച. അത് കേട്ട് ഉപേന്ദ്രനും രോഹിത്തും സുസ്മിതയും അങ്ങ് ഞെട്ടി വിറച്ചുപോയി. വിഷ്ണു ആ മുറിയിലോട്ട് ഓടി കയറുവാണ്. വിഷ്ണുവിനെ കണ്ടതും ഉപേന്ദ്രൻ വിറയ്ക്കാൻ തുടങ്ങി. സുസ്മിതയും രോഹിത്തും എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുവാണ്. വിഷ്ണു ഉപേന്ദ്രനോട് പല്ല് കടിച്ചുകൊണ്ട് പറയുക, ആണുങ്ങളില്ലാത്ത സമയത്ത് നീ കുടുംബത്തിൽ കയറി വന്നൊന്ന് പോക്കൃത്തരം കാണിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുവാന്നോടാ. സുസ്മിതയും രോഹിത്തും നിന്ന് വിറയ്ക്കുവാണ്. കാരണം അവിടെ മദ്യക്കുപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ബോക്സിനകത്തെല്ലാം മദ്യക്കുപ്പികൾ അടുക്കി വെച്ചിരിക്കുന്നത്. ദൈവമേ, വിഷ്ണു ഇത് കണ്ടാൽ എന്താണ് നടക്കാൻ പോകുന്നത്? വിഷ്ണു ആ മദ്യക്കുപ്പികൾ കണ്ടിട്ട് ചെന്നൊരു കുപ്പിയെടുത്ത് നോക്കുവാണ്. ഓഹോ, അപ്പോൾ ഇവിടെ ഈ ബിസിനസ്സാണ് നടക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണു ആ ഒരു കുപ്പി മദ്യം എറിഞ്ഞങ്ങ് ഉടയ്ക്കുവാണ്. കാലുകൊണ്ട് അവിടെ ഇരിക്കുന്ന മദ്യക്കുപ്പികളൊക്കെ തട്ടി എറിഞ്ഞിട്ട് ചങ്ക് പൊട്ടിക്കൊണ്ട് വിഷ്ണു പറയുവാണ്, പവിത്രമായ എൻ്റെ വീട്, എൻ്റെ അമ്മ ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എൻ്റെ വീട്, നീയൊക്കെ പട്ടച്ചാരായം കൊണ്ട് ബിസിനസ് തുടങ്ങി അല്ലേടാ എന്നിങ്ങനെ രോഹിത്തിനെ നോക്കുമ്പോൾ രോഹിത്ത് ഒരു പരിഹാസ ചിരിയോടങ്ങനെ നിൽക്കുവാണ്. എടാ പന്നേനെ, നിനക്ക് എങ്ങനെ തോന്നിയടാ ഈ മഹാപാപം ചെയ്യാൻ എന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കഴുത്ത് കുത്തിപ്പിടിച്ച് വലിക്കുവാണ്. നിനക്ക് എങ്ങനെ തോന്നിയടാ ഈ വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? പറയടാ പട്ടി. സുസ്മിത നടുക്ക് കയറി കിടന്ന് പിടിക്കുവാണ്. വിഷ്ണു വിട്, അതിൻ്റെ ക്രെഡിറ്റ് രോഹിത്തിനല്ല, എനിക്കാ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഈ വീട് ഞാൻ കുളം കൊണ്ടുവന്ന്, എന്നിട്ട് ആ കുളത്തിൽ ഞാൻ അറമാദിച്ച് കുളിക്കുമെന്ന്. കുളിക്കാനല്ലടി, നിന്നെയൊക്കെ കുളിപ്പിച്ച് കിടത്താനാടി ഈ വിഷ്ണു വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ്, എടി പന്നെ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ സകല ശക്തിയും കൊണ്ട് സുസ്മിതയുടെ കർണക്കുറ്റിക്ക് ഒരൊറ്റടി. സുസ്മിത തെറിച്ച് സോഫയിൽ പോയി വീണു. സുസ്മിതയുടെ ആ വീഴ്ച കണ്ട് ഉപേന്ദ്രൻ ഭയന്ന് വിറച്ചിങ്ങനെ നോക്കുവാണ്. വിഷ്ണു അങ്ങോട്ട് ചെന്ന് ഉപേന്ദ്രൻ്റെ നാവിക്കൊരു ഒറ്റ തൊഴി. ഉപേന്ദ്രൻ തൻ്റെ ചക്ക വെട്ടിയിട്ടതുപോലെ മലച്ചതാ ദൂരെ പോയി കിടക്കുന്നു. എന്നിട്ട് രോഹിത്തിനെ എടുത്ത് പൊതിരെ അങ്ങ് ചാർത്തുവാണ്. അടി കൊണ്ട് പൊളഞ്ഞ് വീഴുവാണ് രോഹിത്ത്. എന്നിട്ടും കലിയടങ്ങാതെ ഉപേന്ദ്രൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നു, നീ എൻ്റെ അച്ഛൻ്റെ ദേഹത്തെ കൈവെക്കും അല്ലേടാന്നും പറഞ്ഞ് പൊതിരെ ഇട്ടങ്ങ് ഇടിച്ച് പിഴിയുവാണ്. അടി കൊണ്ടോണ്ട് ഉപേന്ദ്രൻ പറയുന്നു, എടാ നിന്റെ അച്ഛനാകുന്നതിന് മുമ്പേ അയാൾ എൻ്റെ ചേട്ടനായിരുന്നു. അതിനു മുമ്പ് അയാൾ ഒരു വലിയ ചതിയനായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പിനെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ
ചതിച്ച ദുഷ്ടനാടാ നിന്റെ അച്ഛൻ. അയാളുടെ പുക കണ്ടിട്ടേ ഞാനിനി മലേഷ്യയിലേക്കുള്ളൂ. നീ ഇനി മലേഷ്യയിൽ നല്ലടാ ഒരിടത്തേക്കും പോവില്ലടാ. നീ ഇവിടെ പിടഞ്ഞു വീഴ് ചാകാൻ പോവാടാ എന്നും പറഞ്ഞ വിഷ്ണുവിൻ്റെ കയ്യിലിട്ടിരുന്ന ഒരു വള ഇങ്ങോട്ട് ഊരി ഉപേന്ദ്രൻ്റെ നെഞ്ചത്ത് 3-4 ഇടി. ആ ഇടിയും കൊണ്ട് ഉപേന്ദ്രൻ തെറിച്ചുപോയി അവിടെ നിൽക്കുന്ന മറ്റു 2 ഗുണ്ടകളുടെ അടുത്തോട്ടാണ് വീഴുന്നത്. ഉപേന്ദ്രൻ തല്ലുകൊണ്ട് വീണിട്ടും അവൻ അവിടെ കിടന്നുകൊണ്ട് പറയുക, എടാ ഈ പേ പിടിച്ച നായെ അടിച്ചോടിയടാ ഇവിടുന്ന്. അങ്ങനെ ആ 2 ഗുണ്ടകളെയും വിഷ്ണു കൂടെ പൊരിഞ്ഞ ഇടി. 2 ഗുണ്ടകളെയും തവിടുപൊടിയാക്കി വിഷ്ണു മൂലക്കിരുത്തി. എന്നിട്ട് ആ മദ്യക്കുപ്പി എടുത്ത് അവന്മാരുടെ തലയ്ക്കടിക്കാൻ പോകുമ്പോൾ അവർ ജീവനം കൊണ്ട് ഓടിപ്പോയി. വീണ്ടും കലി തീരാതെ വിഷ്ണു ആ മദ്യക്കുപ്പികൾ എറിഞ്ഞു പൊട്ടിച്ചിട്ട് ഉപേന്ദ്രൻ്റെ കർണക്കുറ്റിയോ അതുപോലെ അടിച്ചു പൊട്ടിക്കുവാണ്. നീയൊക്കെ എൻ്റെ വീട്ടിൽ ചാരായപ്പുഴ ഒഴുക്കും ഇല്ലേടാ, ആണ്ട ആ പുഴയിൽ നിന്നെയൊക്കെ ഞാൻ ഒഴുക്കി വിടാൻ പോവാടി എന്നും പറഞ്ഞ് ഉപേന്ദ്രനെ ആ പൊട്ടിയ മദ്യക്കുപ്പിയിൽ നിന്ന് പോയ മദ്യത്തിലോട്ട് ഉപേന്ദ്രനെ തള്ളിയിടുവാണ്. അടുത്തതായിട്ട് രോഹിത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എടാ ഇത് നിനക്ക് വീടല്ല ദേവാലയമാണ്. കാരണം എന്താണെന്നറിയാവോടാ പട്ടി, നിനക്ക് കയറിക്കിടക്കാൻ ഇടവില്ലാത്തടത്ത് എൻ്റെ അമ്മ നിനക്കൊരുക്കി തന്ന ദേവാലയമാടാ ഇത്. ആ വീട്ടിലാടാ നീ വാറ്റ് കേന്ദ്രം തുടങ്ങിയത് അല്ലേടാ എന്ന് പറഞ്ഞ് കഴുത്തിന് കുത്തിപ്പിടിച്ച് തൊഴിച്ചെറിയുവാണ്. അടുത്ത ഊഴവിനി സുസ്മിതയ്ക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ എളുപ്പം അവിടെ നിന്ന് ഓടുവാണ്. അപ്പോഴങ്ങോട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ശ്യാമയും പപ്പിമോളും കൂടെ വരുവാണ്. ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച് എന്നെ നീ എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ കിടന്ന ചെയറെടുത്ത് രോഹിത്തിനെ അടിക്കാനോങ്ങുമ്പോൾ ശ്യാമ അങ്ങോട്ട് വന്നിട്ട് പറയുവാണ്, തൊട്ടുപോകരുത് എൻ്റെ ഭർത്താവിനെ. ശ്യാമയുടെ ആ വാക്ക് കേട്ട് വിശ്വസിക്കാനാകാതെ വിഷ്ണു അങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. പപ്പിമോൾ ഓടിച്ചെന്ന് വിഷ്ണുവിൻ്റെ കാലെ പിടിക്കുവാണ്. വിഷ്ണു അച്ഛാ ഒന്നും ചെയ്യല്ലേ എൻ്റെ അച്ഛനെ, എൻ്റെ അച്ഛൻ പാവമാ. ശ്യാമ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ദേഷ്യത്തിൽ പറയുക, ദേ ഇതിപ്പോൾ ഞങ്ങളുടെ വീടാ, ഞാനും എൻ്റെ ഭർത്താവും വേണ്ട എൻ്റെ മോളും കൂടി താമസിക്കുന്ന വീട്. ഇവിടെ ഞങ്ങൾ പല ബിസിനസ്സും ചെയ്യും. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോയി പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തോണം. ദേ ഇനി നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊട്ടാൽ ഭവനഭേദനത്തിന് ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും. വിഷ്ണു ഇങ്ങനെ നിശ്ചലനായിട്ട് നിൽക്കുവാണോ. വിഷ്ണുവിനൊന്നും മിണ്ടാനോ പറയാനോ ഒന്നും പറ്റുന്നില്ല. അപ്രതീക്ഷിതമായ ഒരു അടി പോലെയാണ് ശ്യാമയുടെ ഈ വാക്കുകൾ. വിഷ്ണു സങ്കടത്തോടെ ശ്യാമേ എന്ന് വിളിക്കുമ്പോൾ ശ്യാമ പറയുക, ഇറങ്ങിപ്പോകാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറങ്ങിപ്പോകേണ്ടത് നിങ്ങളുടെ മര്യാദയാ. പപ്പിമോള് പറയുക, വിഷ്ണു അച്ഛാ എൻ്റെ അച്ഛനെ ഇനി ഒന്നും ചെയ്യല്ലേ, എൻ്റെ അച്ഛൻ പാവുക. തൻ്റെ മുന്നിൽ തൻ്റെ മകള് കൈകൂപ്പി നിന്ന് യാചിക്കുന്നത് കണ്ട് വിഷ്ണു ചങ്ക് പൊട്ടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പപ്പിമോടെ മുഖത്ത് തടവിക്കൊണ്ട് വിഷ്ണു സങ്കടത്തോടെ പറയുന്നു, ഇല്ല വിഷ്ണു അച്ഛൻ ഇനി ഉപദ്രവിക്കില്ല. പക്ഷേ എൻ്റെ മോക്ക് എന്തെങ്കിലും ആപത്ത് വന്നുവെന്ന് ഈ വിഷ്ണു അച്ഛൻ അറിഞ്ഞാൽ വിഷ്ണു അച്ഛൻ അന്ന് വരും, അത് വിഷ്ണു അച്ഛൻ്റെ കടമയാ എന്നിങ്ങനെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും കണ്ണു നിറഞ്ഞുകൊണ്ട് വിഷ്ണു ശ്യാമയെ നോക്കി പറയുന്നുണ്ട്. എന്നിട്ട് ഉപേന്ദ്രനെ നോക്കി പറയുവാണ്, ഞാനിപ്പോൾ പോവാ, ഇപ്പം ഈ നിമിഷം ഈ സാധനങ്ങളെല്ലാം നീ ഇവിടുന്ന് മാറ്റിക്കോണം. ഈ കിടക്കുന്ന ഒരു ചാരായ കുപ്പി പോലും ഇവിടെ കണ്ടുപോയേക്കരുത്. കണ്ടാൽ ഇതൊക്കെ ആയിരിക്കത്തില്ലടാ നിൻ്റെയൊക്കെ ഗതി എന്നും പറഞ്ഞ് ഒരു തൊഴിയും കൂടെ ഉപേന്ദ്രന് കൊടുക്കുന്നുണ്ട്. വാതക്കൽ പേടിച്ച് വിറച്ച് മറിഞ്ഞു നിൽക്കുന്ന സുസ്മിതയെ വിഷ്ണു കണ്ടിട്ട് അടിമുടി ഒരു നോട്ടം നോക്കി പേടിപ്പിച്ചിട്ടങ്ങ് പോവുകയാണ്. സത്യാമ്മയും പിള്ളച്ചേട്ടനോടെ പലഹാരത്തിൻ്റെ ലിസ്റ്റും എവിടെയൊക്കെ കൊണ്ട് കൊടുക്കണമെന്നുള്ള ലിസ്റ്റും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശാലിനിയുടെ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. പിള്ള പറയുന്നുണ്ട്, ദാണ്ട ശാലിനി കുഞ്ഞിൻ്റെ വണ്ടിയല്ലയോ വരുന്നത്. ശാലിനി അങ്ങോട്ട് കയറി വരുന്നത് കണ്ടിട്ട് സത്യാമ്മ കാണാത്തതുപോലെ ആ ബുക്കും നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. ശാലിനി ഇങ്ങനെ നോക്കുന്നു, സത്യാമ്മ നോക്കുവോ ഇല്ലയോ എന്ന്. പക്ഷേ സത്യാമ്മ നോക്കുന്നില്ല. അത് കണ്ടിട്ട് പിള്ള പറയുന്നു, ശാലിനി കുഞ്ഞ് വന്ന് സത്യാമ്മേ, രാഘവൻ സാറിനെ കാണാൻ വന്നതായിരിക്കും, കുഞ്ഞെ സാറ് കൊണ്ട് അവിടെയാണ് കിടക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അച്ഛനെ ഒന്ന് കാണാൻ വരാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് സത്യഭാമയെ നോക്കുന്നുണ്ട്. സത്യഭാമയ്ക്ക് ഒരു കുലുക്കമില്ലാതെ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി സത്യഭാമയെ വകവെക്കാതെ അകത്തോട്ട് കയറിപ്പോയി രാഘവേട്ടനെ കാണും. അതിനുശേഷമുള്ള സത്യഭാമയുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.